വെറൈറ്റി ഉണ്ട് തോന്നല്ലോ. ഞങ്ങളൊരു തേനീച്ച വളർത്തൽ കേന്ദ്രം കാണാൻ പോവാണ്. അത് ഇതിന് അങ്ങനെ ഇപ്പൊ ഞങ്ങൾ ഡെയിലി എടുക്കുന്നത് ഞങ്ങളെ പരിചയമൊന്നുമില്ല, ഞങ്ങട്ടും കടിക്കും. പക്ഷെ നമ്മളത് ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ. ചെറുതേനാണോ? ചെറുതാൻ്റെ ബോക്സ് ഏതാ? നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു സെഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തേക്കും. നമുക്ക് ഇവിടെ സ്ഥലം അധികം ഇല്ല, നമുക്ക് ടവർ പോകുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ അട്ടക്കുളത്തുണ്ട്, നമുക്ക് തോട്ടമുണ്ട്. അട്ടക്കുളം തമിഴ്നാടൊക്കെ ഉണ്ട്, അവിടെ നമ്മൾ ബോക്സസ് വെച്ചു. ഇതെല്ലാം ഓരോ ബോക്സിലും ഒരു ഹണി കോളനി എന്ന് പറയാം. ഒരു ഹണി കോളനിയിൽ 3 ടൈപ്പ് ബീസ് ഉണ്ടാവും. ഒരു ക്യൂൻ ബി ഉണ്ടാവും, പിന്നെ വർക്കർ ബീസ് ഉണ്ടാവും, മെയിൽ ബീസ് ഉണ്ടാവും. ഈ വർക്കർ ബീസും ക്യൂൻ ബി എന്ന് പറയുന്നത് ഫീമെയിൽ തന്നെ റാണിയാണ്. ക്യൂൻ ബി ഒരു 3 വർഷം മുതൽ 5 വർഷം വരെ ജീവിക്കും. ഈ വർക്കർ ബീസ് ഒരു 60 ഡേയ്സ് തുടങ്ങി 90 ഡേയ്സ് വരെ. മെയിൽ ബി 60 ഡേയ്സ്. ഈ ഫീമെയിൽ ബീസാണ് വർക്ക് ചെയ്യുക, അതിന് മാത്രമേ സ്റ്റിങ് ഉണ്ടാവും. മെയിൽ ബി വർക്ക് ചെയ്യില്ല, മെയിലിന് സ്റ്റിങ്ങും ഉണ്ടാവില്ല. ഇതിനൊരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റും. ഈ ബ്രീഡിൻ്റെ പേര് എപ്പിസറാന ഇൻഡിക്കാന്ന്. ഇതെവിടെ പോയാലും ക്യൂൻ ബി ഇതിനകത്തുള്ളതുകൊണ്ട് ക്യൂൻ ബിയുടെ ഫെറമോൺ ഇട്ടിട്ട് തിരിച്ച് ഈ കേജിലോട്ട് തന്നെ വരും. ആ കേജിലാണെന്നുണ്ടെങ്കിൽ അതിൽ വേറെ ക്യൂൻ ബിയും അതിൻ്റെ വർക്കർ പീസ് ആയിരിക്കും. ഇവിടെ വർക്ക് ചെയ്യുന്നവർ അങ്ങോട്ടൊന്നും പോകില്ല. മെയിനായിട്ട് ഇതിന് 2 പോർഷൻസ് ഉണ്ടാവും. ഇത് ബ്രൂട്ട് ചേമ്പർ, ഇത് ഹണി ചേമ്പർ. ബ്രൂട്ട് ചേമ്പറിലാണ് അതിൻ്റെ ഫാമിലി മൊത്തം താമസിക്കുന്നത്. മുട്ട ഇടുന്നതും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ബ്രൂട്ട് ചേമ്പർ. അതിന് ജീവിക്കാനുള്ള ഹണി ഉണ്ടാവും, ആവശ്യത്തിനുള്ള. എക്സസ് ആയിട്ട് വരുന്നതാണ് ഈ ഹണി ചേമ്പർ ചെയ്യണം നമ്മൾ കളക്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി എടുത്തതാണ്. രണ്ടാമത് കോമ്പ് ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. സമ്മർ സീസൺ ആണെങ്കിൽ ഒരു 50 ദിവസം കൂടുമ്പോൾ നമുക്ക് കളക്ട് ചെയ്യാം. ഓരോ കോമ്പും ഭയങ്കര വെയിറ്റ് ഉണ്ടാവും. ഒരു 700 ഗ്രാമൊക്കെ വരും ഓരോ കോമ്പ്. പയ്യെ പിടിച്ചാൽ മതി, കൈ ഷേക്ക് ചെയ്യുന്നു. നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രിനാലിൻ കൂടുതലായിട്ട് സെക്യൂരിറ്റി അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ബ്രൂട്ട് ചേമ്പറിലാണ് ഒത്തിരി ഈച്ചാണ്. പുതിയത് കെട്ടിക്കൊണ്ടിരിക്കുന്നു. ചെറുതേന്റെ വേറെ ടൈപ്പില്ല. ചെറുതേനെ ഇങ്ങനെ വർഷത്തിൽ ഒരിക്കൽ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതൊരു ന്യൂട്ടൺ ബോക്സ് കൺസെപ്റ്റാ. 5 എണ്ണം താഴെ ഉണ്ടാവും, 5 എണ്ണം മുകളിലുണ്ടാവും. കണ്ടോ, ഹെക്സാഗണൽ ഷേപ്പിലായിരിക്കും എങ്ങനെ ഉണ്ടാക്കിയത്. ഇത് അതിന്റെ ഡൈജസ്റ്റീവ് എൻസൈംസും പോളോയിൻഗ്രൈൻസും ഒക്കെ വെച്ചിട്ടാണ് ഈ വാക്സിൻ സെറ്റ് ചെയ്യുന്നത്. അതിലാ ഫാമിലി ഉണ്ടാവാന്ന് പറഞ്ഞില്ല. മെയിൽ ബി കറുത്ത കളർ ഇരിക്കുന്നുണ്ടോ, ബ്ലാക്ക് പോകുന്നുണ്ടോ, അതാണ് മെയിൽ ബി. ബാക്കിയെല്ലാം വേറെ കളറല്ല. ഇതും മെയിലാ. 99% ഫീമെയിൽ ആയിരിക്കും, 1% മെയിൽ ഉണ്ടാവുള്ളൂ. മെയിൽ പണിയെടുക്കത്തില്ല, മെയിൽ റീപ്രൊഡക്ഷന് വേണ്ടി മാത്രമാണ്. അതിന്റെ അകത്ത് ശ്രദ്ധിച്ചാൽ കാണാം പൂമ്പൊടി കണ്ടോ. പൂമ്പൊടിയല്ല, ഞാൻ കാണിച്ചു തന്നില്ല. ഓറഞ്ച് കളർ ഇരിക്കുന്നത് ഫീഡ് ചെയ്യിക്കുന്ന കോമ്പാണെങ്കിൽ ഇത് കാണാൻ പറ്റത്തില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണി നമ്മളൊക്കെ ഹണിയല്ല, ഇതിന്റെ കോസ്റ്റ്ലി പ്രൊഡക്റ്റ് ഇതിന്റെ വെനോ, ക്യാൻസറിന് വേണ്ടിട്ട് തേനീച്ചയുടെ വെനം. ഡെയിലി 4-5 എണ്ണം കടിക്കുന്നല്ലോ. കുളവി സാധനങ്ങളൊക്കെ കുത്തിയിട്ടുണ്ട്, വിഷാംശം അത്ര ഒരെണ്ണം കടിച്ചാലും നിലത്തിടരുത് കേട്ടോ. നിലത്തിട്ട് കഴിഞ്ഞാൽ അറഞ്ഞും പുറഞ്ഞ് അടിക്കും. കൈ വന്നിരുന്ന പേടിക്കൊന്നും വേണ്ട, ഒതുക്കല്ല, അങ്ങനെ അടിക്കില്ല. വെറൈറ്റി ഉണ്ട് തോന്നല്ലോ. ചെറുതാൻ്റെ തേനീച്ചയ്ക്ക് സ്റ്റിങ് ഇല്ല. ഫീമെയിൽ മാത്രം നമ്മളെ കടിക്കും. റാണി എന്ന് പറയുന്നത് റാണി ഡബിൾ സൈസിലുണ്ടാവും. റാണി ഇല്ലാന്നുണ്ടെങ്കിൽ ഈച്ചളി ഇരിക്കത്തില്ല, കൂട് കൂട്ടും. റാണി ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോ പുതിയ റാണി വരും. പുതിയ റാണി വരുമ്പം നമ്മളത് കില്ല് ചെയ്തോളെ. അല്ലെ ആ റാണി ഇതിന്റെ പകുതി സ്ട്രെങ്ത് എടുത്തിട്ട് ഇതിൽ ഈച്ചകളെ കൊണ്ട് വേറെ സ്ഥലത്ത് പോയി സെറ്റിൽ ആവും. റാണിക്ക് ഡിസൈഡ് ചെയ്യാം ഏത് ടൈപ്പ് എഗ് ഇടണമെന്ന്. ഡിസൈഡ് ചെയ്യാൻ പറ്റും. പുതിയതായിട്ടൊരു റാണി റാണിയുടെ ഫുഡ് തേനല്ലോ, പാതി സ്ട്രെങ്ത് എടുത്തിട്ടാ പോകും. നമ്മളപ്പോ അത് നോക്കി വിരിഞ്ഞിറങ്ങുന്ന ഷെല്ലില്ലേ, അതിനകത്ത് ഒരു ജെല്ലുണ്ടാവും. ആ ജെല്ല് വർക്കർ ബീസ് ഫീഡ് ചെയ്യുന്നതാണ്.
അതിനെ റോയൽ ജെല്ലി എന്ന് പറയുന്നത്. ഈ ആക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്തില്ലേ, അത് ഈ പുതിയതായിട്ട് ഉണ്ടാകുന്ന ബേബീസിന്റെ മേത്തുള്ള ഒരു ഫോമാണ്. അതാണ് ഈ ക്യൂൻ ബീക്ക് ഫീഡ് ചെയ്യുന്നത്. മറ്റിങ്ങനെ ചൂണ്ടക്കുളത്ത് പോലെ കയറി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റും. ഊരി കഴിയുമ്പോഴത്തേക്ക് മെമ്മറിയിൽ വിൽക്കുന്ന നേരം പറഞ്ഞിട്ടാണ് അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു കളഞ്ഞു. നമ്മള് ഇതിലെയാണ് പുറത്ത് പോണേ. ശ്രദ്ധിച്ചാൽ ബീച്ച് ഏകദേശം 200 ടൈം പുറത്തു പോയി ഒരു ദിവസം ഇച്ചിരി കുറവായിരിക്കും. അത് ഡെയിലി തുറക്കുന്നതുകൊണ്ട് കുറവായിരിക്കും. അധികം മുട്ടെടുക്കും. അതിപ്പോ ഡെയിലി തുറക്കണം എന്തിനാണ്? ഇതാ പൂമ്പൊടി. പൂമ്പൊടി ഇല്ലേ, ഇതില് കറക്കി എടുക്കുകയാണ്. അത് മറ്റേ എക്സ്ട്രാക്ടർ എടുക്കും. അത് നമ്മൾ യൂസ് ചെയ്യുന്നൊന്നുമില്ല. പൂമ്പൊടി കോമ്പൊടി യൂസ് ചെയ്തൊക്കെയായിരുന്നു. അത് നോർമൽ അല്ല, അക്വേഷ്യ അതിന്റെ ഹണിക്ക് അക്വേഷ്യ ഹണി എന്ന് പറയും. ഇറ്റാലിയൻ ബിയർ. എനിക്ക് ഇത്ര ഒന്നും വേണ്ട. അത് തിന്നു കഴിയുമ്പോ അത്ര ഉണ്ടാവില്ല. ഇത് വാക്സ് അല്ലേ? അത് ബബിൾ കഴിക്കുന്ന പോലെ കഴിച്ചാൽ മതി. ഇതോ? ആ, എന്നിട്ട് വാക്സിൻ എങ്ങനെയാണ് കഴിക്കുന്നത് അതുപോലെ ചവച്ചിട്ട്. അങ്ങനെയുണ്ട്. വേറൊരു ഡിഫറൻസ് അല്ല ഇത് മറ്റേ ഞാൻ പറഞ്ഞ ഇറ്റാലിയൻ ബി. ഇറ്റാലിയൻ ബീഡിയൻ ഓ കൊള്ളാം. കഴിച്ചു. ചവച്ച് ചവച്ച് ഇതായി കഴിയുമ്പോൾ അതിന്റെ വാക്സ് കളഞ്ഞാൽ അധികം മധുരം കഴിയുമ്പോഴത്തേനും ഇതൊന്നും വാക്സ് കാണാനില്ല. നമുക്ക് ഇവിടെ ഫീഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. അതാ ഞാൻ പറഞ്ഞത്. ഷുഗർ ഇവിടെ ഫോറസ്റ്റ് ആയതുകൊണ്ട് ചേട്ടൻ ചോദിച്ചില്ല ഇവിടെ ഫ്ലവേഴ്സ് കണ്ടെന്ന് വെച്ചില്ല അടുത്ത്. മൊത്തം ഫോറസ്റ്റ് ഏരിയ അല്ലേ. ഇത് 2 കിലോമീറ്റർ ഒരു ട്രാവൽ ഡിസ്റ്റൻസ് ഉണ്ട്. ഇത് പോയി കളക്ട് ചെയ്തിട്ട് വരും. അതിന്റെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു ബൂട്ട് പോലെ കാലയില് യെല്ലോ കളറിൽ ഇത് കളക്ട് ചെയ്തിട്ട് ഉണ്ടാവും. അതിന്റെ ഒരു കോൺസെപ്റ്റില് പടമുണ്ടോ അതുപോലെ കാലുണ്ടോ, അത് കളക്ട് ചെയ്തോണ്ട് വരും. ആ ഇവിടെ പൂമ്പൊടി ഉണ്ടാവും. അതിന്റെ ക്യൂൻവേ ഉണ്ടായിരുന്നു. കൊളസ്ട്രോൾ ഇത് ഫ്ലേവറിന് വേണ്ടിയല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, മെഡിസിന് വേണ്ടി കുറച്ചുണ്ടെങ്കിൽ ഒത്തിരി നാൾ ഇരിക്കാൻ വേണ്ടി യൂസ് ചെയ്യും. പക്ഷെ ഇത് പോളൻ ഗ്രെയിൻസോട് എനിക്ക് ഇഷ്ടപ്പെട്ടതേ പോമോഗ്രാനേറ്റോ ബ്ലഡ് കൗണ്ട് കൂട്ടാനും പറഞ്ഞ പീസ്. എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. പോമോഗ്രാനേറ്റിന്റെ തൊണ്ടില്ലേ, തൊണ്ടിലാ കൂടുതൽ ഔഷധ ഗുണമുള്ളത്. നമ്മൾ അത് അതേപടി ഇട്ട് ക്രഷ് ചെയ്താണ് ഗാർലിക് കഴിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്ലേവർ അല്ല നമ്മൾ ആഡ് ചെയ്യും. നമ്മൾ ഒറിജിനൽ പോമോഗ്രാനേറ്റ് ഇട്ടാണ് ടേസ്റ്റ് ചെയ്ത് എനിക്ക്. ഫസ്റ്റ് യൂസില് ടാബ്ലറ്റ് യൂസ് ചെയ്ത് വയറ് ക്ലീൻ ചെയ്യണം. എന്നിട്ട് വെറും വയറ്റില് രാവിലെ ഒന്ന്, വൈകിട്ട് കിടക്കാൻ നേരത്ത് ഓരോ ടീസ്പൂൺ കഴിക്കണം. ഒരു 15 ദിവസം കൂടുമ്പോഴത്തേനും ചെക്ക് ചെയ്ത് നോക്കണം ഷുഗർ ലെവൽ. റിസൾട്ട് ഉള്ളത് ഇതിന്റെ കൂവളം. അത് വയറ് ക്ലീൻ ചെയ്തിട്ടാണ് ഫസ്റ്റ് ടൈം യൂസ് ഇല്ലേ. അപ്പം ചെറുതേന് മതി. തടി കുറയ്ക്കാൻ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് മറ്റേ കാന്താരി ഉണ്ടാക്കും. കൊളസ്ട്രോൾ